കൃഷി വകുപ്പിന്റെ കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി മൈക്രോ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള പഞ്ചായത്ത് തല വർക്ക്ഷോപ്പുകൾ എലപ്പുള്ളിയിൽ തുടങ്ങി. വ്യത്യസ്തമായ രീതിയിലാണ് എലപ്പുള്ളിയിൽ പഞ്ചായത്ത് തല വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തിലെ 22 വാർഡുകളെ 4 മേഖലകളിലാക്കി തിരിച്ച് 4 മാതൃകാ കർഷകരുടെ കൃഷിയിടങ്ങളിലാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നത്. ഓരോ വാർഡിലുമുള്ള മുഴുവൻ കൃഷിയിടത്തിന്റെയും സമഗ്രമായ വിവരങ്ങൾ ഫീൽഡ് തല വർക്ക്ഷോപ്പുകളിലൂടെ ശേഖരിക്കുകയും ഈ വിവരങ്ങൾ ഉപയോഗിച്ച് വിവിധ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉൽപാദന വിപണന മൂല്യവർധന പ്ലാൻ തയ്യാറാക്കുകയാണ് ചെയ്യുക. ആദ്യത്തെ 6 വാർഡുകളുടെ വർക്ക്ഷോപ്പ് ജില്ലാതല കർഷകോത്തമ അവാർഡ് ജേതാവും മികച്ച സമ്മിശ്ര കർഷകനുമായ കാരക്കോട് രാമചന്ദ്രന്റെ അരയാം ഫാമിൽ നടന്നു. കൃഷിക്കൂട്ട പ്രതിനിധികളും ജനപ്രതിനിധികളും കൃഷി ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ചർച്ചയിൽ വാർഡുകളിലെ കാർഷിക പ്രശ്നങ്ങൾ, സമഗ്ര മൈക്രോ പ്ലാനുകളുടെ ആസൂത്രണം തുടങ്ങിയവ കൃഷിയിടത്തിൽ നിന്നു തന്നെയാണ് ആരംഭിക്കേണ്ടത് എന്ന് അടിവരയിട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രേവതി ബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് എസ് സുനിൽകുമാർ അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പുണ്യകുമാരി, വാർഡ് മെമ്പർ രാധ, ആത്മ പാലക്കാട് പ്രൊജക്ട് ഡയറക്ടർ എ ഷീന, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മഞ്ജു, കൃഷി ഓഫീസർ വിനോദ് കുമാർ, കൃഷി അസിസ്റ്റന്റ് ഗീത, ആത്മ ഉദ്യോഗസ്ഥർ, കൃഷിക്കൂട്ട പ്രതിനിധികൾ, പാടശേഖര പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഓരോ പഞ്ചായത്തിലും കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും വ്യത്യസ്തമാണ്. അവിടുത്തെ കൃഷി വ്യത്യസ്തമാണ്, മണ്ണ് വ്യത്യസ്തമാണ്, കാലാവസ്ഥ വ്യത്യസ്തമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സ്ഥലത്തിന് ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ട് എന്ന് പറയാം, നമ്മുടെ ആ പ്രദേശത്തിന് അനുയോജ്യമായ രീതിയിൽ എന്തൊക്കെയാണ് നമുക്കവിടെ വികസനം കൊണ്ടുവരാൻ, കാർഷിക മേഖലയിൽ വികസനം കൊണ്ടുവരാൻ പറ്റുന്നത്, അതിന് നമ്മുടെ സ്ഥലത്ത് എന്തൊക്കെ റിസോഴ്സുകളാണുള്ളത്, അതായത് സ്രോതസ്സുകൾ എന്തൊക്കെയാണ് നമുക്കിവിടെ റോ മെറ്റീരിയൽസ് ആയിട്ട്, സ്ഥലമായിരിക്കാം, തൊഴിലാളികളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥയോ ജലമോ ആയിരിക്കാം, ആ സ്ഥലത്ത് നമുക്കുള്ള ഏറ്റവും നല്ല റിസോഴ്സുകൾ എന്തൊക്കെയാണ്, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്തൊക്കെ നല്ല രീതിയിലുള്ള കാർഷിക മേഖലയിലെ വികസനം കൊണ്ടുവരാം. UTV ന്യൂസ്, പാലക്കാട്.